വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമ്മിത്തിലെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഭർത്തൃ വീട്ടിലെ ഭർത്താവിൻ്റെയോ അമ്മായിയമ്മമാരുടെയോ മറ്റു ബന്ധുക്കളുടെയോ പീഡനങ്ങൾ മൂലം ഭർത്തൃ വീട്ടിൽ ആത്മഹത്യകൾ ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ നമ്മൾ നിരന്തരം ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അത്തരം വീഡിയോകളുടെ മെസ്സേജ് കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണുന്ന പലരുടെയും അഭിപ്രായങ്ങൾ ഇത്രയേറെ പീഡനങ്ങൾ ആ കുട്ടി ഭർത്തൃ വീട്ടിൽ സഹിച്ചിട്ടും സ്വന്തം പേരൻസ് സ്വന്തം ബന്ധുക്കൾ എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമെടുത്തില്ല, എന്തുകൊണ്ട് കുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല, എന്തുകൊണ്ട് ഡിവോഴ്സ് തിരഞ്ഞെടുത്തില്ല എന്നൊക്കെയുള്ള ധാരാളം മെസ്സേജുകൾ കാണാറുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു തീരുമാനം നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ മെസ്സേജുകൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ കൂടുതലാണ് അല്ലേ. വിദ്യാഭ്യാസമുണ്ട്, സാംസ്കാരികമായും എല്ലാം വളരെ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന പെൺകുട്ടികളാണ്. എന്നിട്ട് പോലും നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവരും നല്ല ജോലിയുള്ളവർ പോലും ഒരു സിറ്റുവേഷനിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു. കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ ആ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സ്വന്തം ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ സമൂഹത്തെ പലർക്കും പേടിയാണ്. സമൂഹത്തെ പേടിയാണ്. തനിക്ക് ചുറ്റും ആളുകൾ എന്ത് പറയും, എന്ത് തെറ്റും ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലും ഒരു പീഡനം സഹിച്ച പെൺകുട്ടികൾ ഈ ഒരു ബന്ധം വേണ്ട, ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ ഭർത്തൃ വീട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ആ പെൺകുട്ടിയിലേക്കാണ് പഴിചാരുന്നത് കൂടുതലും. ആ പെൺകുട്ടിയുടെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് അല്ലേ. അതുമല്ല, നമ്മൾ വീട്ടിൽ ഒരു കാര്യം പറയുകയാണ്, എനിക്ക് ഈ ബന്ധം വേണ്ട, എനിക്ക് ഡിവോഴ്സ്. പക്ഷേ വിവാഹം കഴിഞ്ഞ ഏതൊരു പെൺകുട്ടിയും ഒരു ഡിവോഴ്സിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ആലോചിച്ച് ഒരു തരത്തിലും ആ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പൂർണ്ണമായും അവർക്ക് ഒരു ഉറപ്പ് തോന്നുന്ന സമയത്താണ് ഒരു തരത്തിലും ഈ മുന്നോട്ടിനി പോകാൻ പറ്റില്ല എന്ന ഒരു സിറ്റുവേഷനിലാണ് ഏതൊരു പെൺകുട്ടിയും ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മാതാപിതാക്കൾക്ക് ഒരു ഭാരമായി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരു പെൺകുട്ടികളും ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് സ്വന്തം പേരൻസിന് എപ്പോഴും ഒരു തീരാവേദന ആവണ്ട എന്ന് കരുതി തന്നെ പല പെൺകുട്ടികളും അത്തരം ഒരു ചോയ്സിലേക്ക് പോകാൻ മാക്സിമം ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ സഹിച്ച് സ്വന്തം വീട്ടിൽ പോലും അറിയിക്കാതെ അല്ലെ ബന്ധുക്കളുടെ മുന്നിൽ നാണം കെടണ്ട, അല്ലെ പേരൻസിന് അതൊരു വിഷമമായി മാറണ്ട എന്ന കാരണം കൊണ്ട് പല പെൺകുട്ടികളും അവരുടെ അവസ്ഥകൾ സ്വന്തം വീട്ടിൽ അറിയിക്കുന്നത് പോലുമില്ല. പക്ഷേ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഒരു കണ്ടീഷനിൽ സ്വന്തം വീട്ടിൽ പറയുമ്പോൾ എത്ര ആളുകൾ, എത്ര പേരൻസ്, എത്ര ബന്ധുക്കൾ ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ ഒരു വിഷയം വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്യാനാണ് സ്വന്തം വീട്ടുകാർ ശ്രമിക്കുക മാക്സിമം. കാരണം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുക എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണല്ലോ. അത് ആ ഒരു ബാധ്യത, ഈ സ്വന്തം വീട്ടിലേക്ക് വന്നു നിന്നാൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഈ കുട്ടിക്ക് മറ്റൊരു വിവാഹം കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അതുമല്ല ചില ഫാമിലികൾ ബ്രദേഴ്സ് ഉണ്ടാവും, അവരുടെ ഭാര്യമാരുണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിലേക്ക് വന്ന് നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ചില ആളുകൾക്കാണെങ്കിൽ സഹോദരിമാർ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടി വിവാഹമോചനം നേടി വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ഭാവിക്ക് അത് തടസ്സമാവും. അവരുടെ വിവാഹം വരുമ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവ് ആവും എന്ന് കരുതി മാക്സിമം പേരൻസ് അവരെ പുഷ് ചെയ്യാനാണ് ശ്രമിക്കാറ്. ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ, ഇതത്രയല്ലേ ഉള്ളൂ, ഇതിലും വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട്, നീ തിരികെ പോകൂ, ഭർത്താവിനാണ് വിഷയമെങ്കിൽ അവനെ ശരിയാക്കാൻ നോക്കൂ, അല്ലെ ബന്ധുക്കളാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് തിരിച്ചുവിടാനാണ് പല ആളുകളും ശ്രമിക്കാറുള്ളത്. പല പേരൻസും അങ്ങനെയാണ് ശ്രമിക്കാറുള്ളത്. കൺവിൻസ് ചെയ്ത് അതൊരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ ഒരു ആർക്കും അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ, അതല്ല നമ്മൾ പറയുന്ന ഒരു കാരണം സ്വന്തം വീട്ടുകാർക്കോ സമൂഹത്തിലോ അത് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനും ഉണ്ടാവും. ചെറിയ നമുക്കത് ചിലപ്പോൾ
അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവില്ലായ്മ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന നോക്കുമ്പോൾ അതൊരു വലിയൊരു വിഷയമല്ല, ചെറിയൊരു വിഷയമാണെന്നുള്ള ഒരു തോന്നലൊക്കെ കൊണ്ട് തിരികെ ഈ ഭർത്ത വീട്ടിലേക്ക് തന്നെ പോകാനുള്ള പ്രഷർ ഈ പെൺകുട്ടിക്ക് വർദ്ധിച്ചു വരികയാണ്. പിന്നെ ഈ ഭർത്ത വീട്ടിൽ കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വന്തം മുന്നോട്ടെങ്ങനെ എല്ലാ തരത്തിലും ആ പെൺകുട്ടി ചിന്തിക്കുന്നുണ്ടാവാം. ഞാൻ തിരികെ പോയാലുള്ള വീട്ടിലുള്ള അവസ്ഥകൾ, തൻ്റെ സഹോദരങ്ങളോ സഹോദരികൾക്കോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ ഭാവിയിൽ ഒരു വിവാഹാലോചന വരുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ട്, തിരികെ കുട്ടികൾ ഉള്ള സ്ത്രീകളാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ സ്ട്രഗിൾ കൂടുകയുള്ളൂ. ഈ കുട്ടികളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്, മറ്റുള്ളവർക്കൊരു ഭാരമാവില്ലേ, ഞാൻ മാത്രമല്ല എൻ്റെ കുട്ടികളും അവർക്കൊരു ഭാരമാവില്ലേ എന്നുള്ള തോന്നലൊക്കെ കൊണ്ട് മാക്സിമം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോവുകയാണ്. പക്ഷേ അത്തരത്തിൽ ഒരു പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞാൽ തന്നെ അവരുടെ വീട്, സ്വന്തം വീട്ടിൽ അവർക്കൊരു സ്ഥാനമില്ലാത്ത പല വീടുകളുമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആൺകുട്ടികളുള്ള വീടാണെങ്കിൽ ആൺകുട്ടികളുടെ ഭാര്യമാർ മക്കളെല്ലാം കൂടി ആകുമ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച വീട്ടിൽ നിന്നും എന്തെങ്കിലും പ്രോബ്ലമായി തിരികെ വരികയോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി കാണുന്ന വീടുകളുണ്ട്. ഈ കുട്ടിക്കാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാം. പക്ഷേ അങ്ങനെയൊക്കെ ഇതിൽ സമൂഹത്തിന് വലിയൊരു തിരിച്ചറിവ് തന്നെ വേണം. എന്തെങ്കിലും ഒരു പ്രോബ്ലവുമായി പെൺകുട്ടികൾ വീട്ടിലേക്ക് വന്നാൽ അത് സീരിയസ് ആയിട്ട് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം. ഒരു തരത്തിലും പറ്റാത്തൊരു ബന്ധമാണ്, ഹസ്ബൻഡിൻ്റെ അത്രയും മോശമാണ്, ഒരു തരത്തിൽ നിൽക്കുന്നില്ല എന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം ഡിവോഴ്സ് ആയിട്ട് മറ്റൊരു ബന്ധം നോക്കുകയോ അല്ലെങ്കിൽ അവരുടെ വഴിക്ക് ജീവിക്കാൻ വിടുകയോ അതിന് സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം പേരൻസ്. സ്വന്തം കാലിൽ, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, സ്വന്തം കാലിൽ നിൽക്കാൻ പെൺകുട്ടികൾ വിവാഹത്തിന് മുന്നേ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കെൽപ്പുണ്ടാക്കി എടുക്കണം എന്നുള്ളത്. സ്വന്തമായ ഒരു വരുമാനമുള്ള ഒരു പെൺകുട്ടിക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഒരു ജോബ് ഉണ്ടെങ്കിൽ പുറത്ത് പോയി ഒരു ലേഡീസ് ഹോസ്റ്റലിലെങ്കിലും അഭയം പ്രാപിച്ച് തനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ഒരു വഴി കണ്ടെത്താം. എന്നും കാലാകാലങ്ങളോളം ഈ പീഡനം സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ നിന്ന് പുറത്ത് വരാൻ അവരെ പേടിക്കുന്നത് സ്വന്തം വീട്ടിൽ സ്വീകരിക്കാൻ ആളില്ല, പുറത്തേക്ക് പോയാൽ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഒന്നെങ്കിൽ ആ ലൈഫിൽ നിന്ന് ഇത്രയേറെ പീഡനം സഹിച്ച് ഒരു തരത്തിൽ മുന്നോട്ട് പോവുക, വിവാഹ ബന്ധത്തിലേക്ക് മുന്നോട്ട് പോവില്ല എന്ന് പൂർണ്ണമായ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കണം, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. ഈ രണ്ടുമല്ലാതെ ഒരു മരണത്തിലേക്ക് പോവാനുള്ള, ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ ഒരിക്കലും നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നുള്ളതാണ്. നമ്മളെ വളർത്തി വലുതാക്കിയ പേരൻസ്, അവർക്ക് നമ്മൾ നൽകുന്ന വലിയൊരു വേദന, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നൽകുന്ന വലിയൊരു വേദന, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ വളർത്തി വലുതാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ ഒരു ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് ആരും ഇല്ലാതാവുകയാണ്, അവർ അനാഥരാവുകയല്ലേ. ചില ആളുകൾ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ. നമ്മുടെ ക്രിയേറ്റർ നമുക്ക് തന്ന ജീവൻ തിരിച്ചെടുക്കുന്നത് വരെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ആ അവകാശത്തെ നമ്മൾ അവരിൽ നിന്ന് എടുത്തു മാറ്റുകയല്ലേ. അപ്പോൾ നമ്മൾ എത്രത്തോളം സ്നേഹിച്ച് ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന മക്കളെ, അവരുടെ ജീവൻ നമുക്ക് എടുക്കാനുള്ള അധികാരം നമുക്കില്ല. അപ്പോൾ ആ കുട്ടികളെയൊക്കെ കുട്ടികളുടെ ജീവൻ എടുത്ത് നമ്മുടെ ജീവനും കൂടി ഇല്ലാതാക്കാൻ കാണിക്കുന്ന ആ ധൈര്യത്തിൻ്റെ 1% പോലും വേണ്ട ഈ സമൂഹത്തോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ. അത്രയും ധൈര്യം വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്മഹത്യ ചെയ്യാനാണ് കൂടുതൽ ധൈര്യം ആവശ്യം. അതുകൊണ്ട് തന്നെ അതിന് മുന്നോട്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ആത്മഹത്യയെക്കുറിച്ച് ഒരു പെൺകുട്ടിയും ആലോചിക്കരുത്. ഭർത്ത വീട്ടിൽ നമുക്കൊരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭർത്താവാണ് കാരണം. നമുക്ക് ഭർത്താവല്ല പ്രോബ്ലം, ഭർത്ത വീട്ടുകാരാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഭർത്താവ് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭർത്താവാണ് പ്രശ്നം. ഭർത്താവ് ഭയങ്കര ടോക്സിക് ആണ്, അല്ലെങ്കിൽ
ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല എങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, ആ ഭർത്താവിനെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പലരും മക്കളെ കരുതിയും സമൂഹത്തിനെ കരുതിയും ഒക്കെ ആ ബന്ധത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവാൻ പറ്റുന്ന ബന്ധത്തിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയും. കാരണം കുട്ടികളുടെ ഫ്യൂച്ചറിനെ നോക്കണം. ഒരു സിംഗിൾ പാരന്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ട് രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് മക്കളും ആഗ്രഹിക്കുന്നത് അല്ലേ. പക്ഷെ ഒരു തരത്തിലും മുന്നോട്ട് പോവാത്തൊരു ബന്ധമാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പുറത്ത് കടക്കുക തന്നെ വേണം. സ്വന്തം വീട്ടിൽ നമ്മളെ സ്വീകരിക്കാൻ ആളില്ല, നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, അവരൊരു തരത്തിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ജോബ് കണ്ടെത്തി ഒരു ഹോസ്റ്റലോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു വാടക വീടെടുത്തിട്ടോ മാറി ജോബ് ചെയ്ത് കുട്ടികളെ വളർത്താനുള്ള വഴി പെൺകുട്ടികൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അതാണ് പേരൻസിനോട് പറയാനുള്ളത്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജോബിലും സ്വന്തം കാലിൽ അവരെ നിൽക്കാനുള്ള ഒരു ത്രാണി അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് കരുതി എല്ലാ പെൺകുട്ടികളും പഠിത്തത്തിൽ മിടുക്കരാവണം, അല്ലെ പഠിച്ച് ആ ലെവലിൽ മുന്നോട്ട് പോകണം എന്നൊന്നും പറയാൻ പറ്റില്ല. പലർക്കും പല രീതിയിലുള്ള അഭിരുചികളാണല്ലേ. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോബ് നേടാൻ പറ്റാത്ത പെൺകുട്ടികളാണ് എന്തെങ്കിലും ഒരു കൈത്തൊഴിലെങ്കിലും, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ കൈത്തൊഴിലെങ്കിലും സ്വായത്തമാക്കി ഏണിങ്സ് ഉണ്ടാക്കി അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ആത്മഹത്യയിൽ തിരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ്. എന്നിട്ട് പോലും വിദ്യാഭ്യാസമുണ്ട്, ജോബുണ്ട്, എന്നിട്ട് പോലും ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മൾ കുറച്ചുകൂടെ തൻ്റെടത്തോടെ ജീവിതത്തെ ഫേസ് ചെയ്യണം. കാരണം നമുക്ക് വേണ്ടാത്ത ആളുകളെ നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ നിരന്തരമായ മാനസിക പീഡനവും ശാരീരിക പീഡനവും ഒരാൾ നൽകുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നമുക്ക് അത്രത്തോളം സ്ഥാനമില്ലെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയറിൽ പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഒതുങ്ങി മാറി ഇതൊക്കെ സഹിച്ച് നിൽക്കുന്നത് തന്നെയാണ് ഇവർക്കൊരു ഇത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ട്, കുട്ടികളെ നമ്മൾ വളർത്താൻ പറ്റും എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അത് സ്വന്തം പേരൻസ് അത് മനസ്സിലാക്കുന്നില്ല എന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വാടക വീടെടുത്ത് കുട്ടികളെ അപ്പോൾ സമൂഹത്തെ നമുക്ക് ഭയമാവും, എല്ലാവരെയും. അങ്ങനെ നമ്മളെ ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും, നമ്മുടെ മക്കളുടെയും ജീവനേക്കാൾ വലുതല്ല സമൂഹം പറയുന്നതും ബന്ധുക്കൾ പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും. അതിനൊന്നും ചെവി കൊടുക്കാതെ സ്വന്തമായിട്ട് മുന്നോട്ട് വന്ന് ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടം നമ്മുടെ പെൺകുട്ടികൾ കാണിക്കണം എന്നുള്ളതാണ്. ചെറിയ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള പെൺകുട്ടികളായാലും ഇങ്ങനെ മരണത്തിലേക്ക് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് പല വീഡിയോകളുടെയും ഇതിൽ പേരൻസിനോട് പറയുന്ന വോയിസ്, ഇപ്പം അടുത്ത ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് അവളുടെ ഫാദറോട് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ പറയും. എന്തുകൊണ്ട് അത്രത്തോളം ഇമോഷണലായി ഒരു ഫോണിൽ ഇങ്ങനെ എന്തുകൊണ്ട് ആ രക്ഷിതാവ് ആ വീട്ടിൽ പോയി ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? സമൂഹത്തിനെ ഭയമാണ്, ആളുകളെ ഭയമാണ്, ആളുകൾ എന്ത് പറയും, അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും എന്നുള്ള ഒരു ധാരണ പാടെ തെറ്റാണ്. അത്തരത്തിൽ നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഇഷ്യൂ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഡള്ളായി അവർ സംസാരിക്കുന്നത്, തീർച്ചയായും അവരെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള ഒരു തൻ്റെ ഇടം രക്ഷിതാക്കൾ കാണിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നാളെ ജീവനോടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത്ര വളർത്തി വലുതാക്കാൻ നിങ്ങൾ എടുത്ത എഫേർട്ട്, കഷ്ടപ്പാട്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു മാതാപിതാവിനെ സംബന്ധിച്ച് എത്രത്തോളം വേദനാജനകമായ കാര്യമാണ്. അപ്പോൾ അതിനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കുക. അത് സമൂഹത്തെയോ മറ്റുള്ളവരെയോ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരിക്കലും എന്ന് കരുതി നമ്മുടെ വീട്ടിൽ നമ്മളെ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ആലോചിച്ച് ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഇന്നത്തെ പെൺകുട്ടികൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.